തിബ്ലിസിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ദേവ്ജിയ മനസ്സ് സ്മരിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഒന്നും പറയുന്നില്ല. മറിച്ച് സോവിയറ്റ് യൂണിയനെക്കുറിച്ച് പറയാം. തിബ്ലിസിയിൽ വായി നോക്കി നിന്ന് ഞാൻ പ്ലാൻ എല്ലാം കുളമായതുകൊണ്ട് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കി. നേരെ പോയി സ്റ്റാലിൻ ജനിച്ചു വീണ വീട് കാണാം. ബസ്സൊക്കെ ഉണ്ടെങ്കിലും ട്രെയിൻ എടുത്ത് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഡബിൾ ഡെക്കർ ട്രെയിനൊക്കെ കിടക്കുന്നു. പക്ഷെ അത് വേറെ ആൾക്കാർക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ ട്രെയിൻ വന്നത് ചാടി ഞാൻ കയറി. അങ്ങനെ ഗോറിയിലേക്ക് യാത്രയായി. വലിയ ചരിത്രമുറങ്ങുന്ന ഒരു പട്ടണമാണ് ഗോറി. എന്നാൽ ഇപ്പോൾ അറിയപ്പെടുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും ക്രൂരനായ ഒരു ഏകാധിപതിയുടെ ജന്മസ്ഥലം എന്നാണ്. ഇന്നത്തെ ഗോറി ഒരു ശാന്തമായ സ്ഥലമാണ്. പക്ഷേ സ്റ്റാലിന് ഇത് നരകതുല്യമായ ഒരു സ്ഥലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നടത്തി വന്ന ഷൂ റിപ്പയർ ഷോപ്പ് നഷ്ടത്തിലാവുകയും വീട്ടിൽ ഗാർഹിക പീഡനങ്ങൾ സർവ്വസാധാരണമാവുകയും ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ അമ്മ കുഞ്ഞ് സ്റ്റാലിനെയും കൂട്ടി പല പല വീടുകളിൽ താമസിച്ചാണ് സ്റ്റാലിനെ വളർത്തിയത്. മതപഠനം തുടങ്ങിയ ആ സമയത്താണ് സ്റ്റാലിൻ റവല്യൂഷണറി ബുക്കുകളും കാൾ മാർക്സും ഒക്കെ പരിചിതരാകുന്നത്. പിന്നെ നടന്നത് ചരിത്രം. ലെനിൻ്റെ വലം കൈയായി സ്റ്റാലിനും ഇടം കൈയായി ട്രോട്സ്കിയും ചേർന്ന് ലോകത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റായ റഷ്യൻ സോവിയറ്റ് ഫെഡറേറ്റീവ് സോഷ്യൽ റിപ്പബ്ലിക് രൂപീകരിച്ചു.